സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. സൈമൺ തരകനും എൽസമ്മയും ഖിന്നരായി റെഡ് ഓക്സൈഡ് പ്രതലത്തിന് നിറം മങ്ങിപ്പോയ ആ വരാന്തയിൽ ഇരിക്കുകയാണ്. എവിടെയോ പാതിരാ കോഴി കൂവി. ലോകത്ത് തങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണർന്നിരിപ്പുള്ളൂ എന്ന് എൽസമ്മ വിചാരിച്ചു. ബാക്കി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. സൈമൺ തരകൻ ചിന്തിച്ച് കാട് കയറി. ഒടുവിൽ ഒരു ദീർഘനിശ്വാസമെടുക്കും. എന്നിട്ട് തന്നോട് തന്നെ പറയും, ഏയ് ഇല്ല, വെറുതെയാ. എൽസമ്മയും ഒരു ഷോക്കിന് ശേഷം കഷ്ടിച്ച് ബോധം വന്ന പോലെ തല മന്ദിച്ചിരിക്കുകയാണ്. സൈമൺ തരകനെ പോലെ കണ്ണുമടച്ച് തള്ളിക്കളയാൻ അവർക്ക് പറ്റുന്നില്ല. റെജീന എന്ന സ്ത്രീ പറഞ്ഞത് സത്യമാണെങ്കിൽ താൻ മുലപ്പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്ന ഡാൻഡസ് ചെല്ലിക്കടപ്പുറത്തെ എമിലി പ്രസവിച്ച കുട്ടിയാണ്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ശരീരം പങ്കിട്ടവളാണ്. ആ ഓർമ്മയെല്ലാം എൽസമ്മയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. എമിലിയുടെ അനുജത്തി KCM ഹോസ്പിറ്റലിൽ നഴ്സാണെന്നും എൽസമ്മയ്ക്കറിയാം. തനിക്കോ ഭർത്താവിനോ കുട്ടികൾക്കോ എന്തെങ്കിലും അസുഖം വരുമ്പോൾ KCM ഹോസ്പിറ്റലിലേക്കാണ് ചികിത്സയ്ക്ക് ചെല്ലുക. അപ്പോഴൊക്കെ റെജീനയെ കാണാറുണ്ട്. റെജീന പ്രത്യേക താല്പര്യമെടുത്ത് പല സൗകര്യങ്ങളും ചെയ്തു തരാറുണ്ട്. കാണുമ്പോഴെല്ലാം റെജീന ഡാൻഡസിനെ പറ്റി തിരക്കാറുമുണ്ട്. KCM ഹോസ്പിറ്റലിൽ വെച്ചാണ് ഡാൻഡസിനെ താൻ പ്രസവിച്ചത്. അന്നു മുതൽ ഡാൻഡസിനോട് എന്തെന്നില്ലാത്ത താല്പര്യമാണ് റെജീനയ്ക്ക്. ഡാൻഡസ് ജനിച്ചപ്പോൾ അവനെ ശുശ്രൂഷിച്ചതിൻ്റെ താല്പര്യമായിരിക്കും എന്നാണ് കരുതിയത്. ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ മാത്രമായിരുന്നില്ല റെജീനയ്ക്ക് ഡാൻഡസിനെ കാണാനും മിണ്ടാനുമുള്ള ആഗ്രഹം. ആർത്തുങ്കൽ പള്ളിയിൽ വെച്ചും തുമ്പോളി പള്ളിയിൽ വെച്ചും റെജീന തൻ്റെ അടുത്ത് വന്ന് ഡാൻഡസിൻ്റെ വിവരങ്ങൾ തിരക്കുകയും അവനോട് വലിയ സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നത് എൽസമ്മ ഓർത്തു. ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരികളിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്ന റെജീന മിക്കപ്പോഴും അവനെ കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു. ഡാൻഡസിനെ കാണാൻ വേണ്ടി കാരിക്കാട്ട് ബംഗ്ലാവിൽ വരെ വന്നിട്ടുണ്ട് റെജീന. ഡാൻഡസ് പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ച് റെജീന ഡാൻഡസിനെ ചൊല്ലി വലിയ ബഹളമുണ്ടാക്കിയതും എൽസമ്മയ്ക്ക് ഓർമ്മ വന്നു. ഡാൻഡസിൻ്റെ കലാപരമായ കഴിവുകളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം റെജീന പറയാറുണ്ടായിരുന്ന ഒരു വാചകം എൽസമ്മയുടെ മനസ്സിൽ ദഹിക്കാതെ കിടപ്പുണ്ടായിരുന്നു. റെജീനയുടെ വല്യപ്പച്ചൻ വയലിൻ വായിക്കുമായിരുന്നത്രേ. അതേ കഴിവാണ് ഡാൻഡസിന് കിട്ടിയിരിക്കുന്നതെന്ന്. റെജീനയുടെ വല്യപ്പച്ചൻ്റെ വയലിൻ വായനയും ഡാൻഡസും തമ്മിൽ എന്ത് ബന്ധം എന്നാലോചിച്ച് അപ്പോഴൊക്കെ എൽസമ്മ തല പുകച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാറ്റിൻ്റെയും ഉത്തരം തെളിഞ്ഞു വരുന്നതായി എൽസമ്മയ്ക്ക് തോന്നി. KCM ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിമറിച്ചത് റെജീന തന്നെയായിരിക്കണം. അന്നു മുതലേ അവൾക്കറിയാമായിരുന്നു ഡാൻഡസ് താൻ പ്രസവിച്ച മകനല്ലെന്ന്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഡാൻഡസിനോട് അമിത താല്പര്യം കാട്ടിയത്. ഒടുവിൽ റെജീനയുടെ ആരുമല്ലാത്ത ശൗര്യക്കുട്ടി വന്ന് കാരിക്കാട്ട് ബംഗ്ലാവ് കൈയടക്കിയതും അവളുടെ ചേച്ചിയുടെ മകനായ ഡാൻഡസിൻ്റെ കല്യാണം മുടക്കിയതും ഡാൻഡസിനെ കാരിക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് ഇറക്കി വിട്ടതും അവൾക്ക് സഹിച്ചില്ല. അതുകൊണ്ടല്ലേ ശൗര്യക്കുട്ടി നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയ സൽക്കാരവേളയിൽ അവൾ കാരക്കാട്ട് ചെന്ന് സ്റ്റേജിൽ കയറി സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. അതെ, എൽസമ്മയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. താൻ സ്വന്തം മകനെന്ന് കരുതി മുലയൂട്ടി വളർത്തിയത് കടപ്പുറത്തെ എമിലി എന്ന അലവലാതിയുടെ കുഞ്ഞിനെയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ എൽസമ്മയ്ക്ക് തന്നോട് തന്നെ അറപ്പ് തോന്നി. അതോടൊപ്പം നെഞ്ചിൽ ഒരാന്തലും. തൻ്റെ 4 മക്കളിൽ ഏറ്റവും അധികം സ്നേഹിച്ചും കൊഞ്ചിച്ചും ലാളിച്ചും വാത്സല്യം പകർന്നും താൻ വളർത്തിയ ഡാൻഡസ് തൻ്റെ മകനല്ലാതായി തീർന്നുവോ? താനും തൻ്റെ ഭർത്താവും തൻ്റെ മക്കളും നിരന്തരം വെറുക്കുകയും ചത്തുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്ത ശൗര്യക്കുട്ടി തൻ്റെ വയറ്റിൽ പിറന്ന മകനാണെങ്കിൽ എത്ര വലിയ മഹാപാതകമാണ് താനും തൻ്റെ കുടുംബവും അവനോട് ചെയ്തത്. എൽസമ്മയ്ക്ക് തൻ്റെ നെഞ്ച് പൊട്ടുമെന്ന് തോന്നിപ്പോയി. ശരിയല്ല. അപ്പുറത്ത് ചാരു കസേരയിലിരുന്ന് സൈമൺ തരകൻ പിന്നെയും വെറുവെറുത്തു. അത് ശരിയല്ല, ആ തെണ്ടിച്ച് വെറുതെ വിളിച്ചു പറഞ്ഞതാണ്. ഏത് ശരിയല്ലെന്ന് എൽസമ്മ ചോദിച്ചു. ആ ശൗര്യയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ കാരക്കാട്ട് ബംഗ്ലാവിൽ വന്ന് എന്തോ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞല്ലോ, അത് ശരിയല്ലെന്ന് സൈമൺ തരകൻ ഉറപ്പിച്ചു പറഞ്ഞു. അത് ശരിയാണ്. എൽസമ്മ അതിനേക്കാൾ തറപ്പിച്ചു പറഞ്ഞു. നിനക്കെങ്ങനെ അറിയാം ശരിയാണെന്ന്? എനിക്കറിയാം. നിനക്ക് എന്നാ കൊന്തം അറിയാമെന്നാ? സൈമൺ തരകന് ദേഷ്യം വന്നു. എനിക്കെല്ലാം മനസ്സിലായി. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. കാരക്കാട്ട് സൈമൺ തരകൻ ഇപ്പോൾ പുലിയുമല്ല, കടുവയുമല്ല, സിംഹവുമല്ല, ഒന്നുമല്ല.
എന്നെയും മക്കളെയും കുടുംബവും നശിപ്പിച്ച് ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് ഇനിയും ഭരിക്കാൻ വരുന്നോ? ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോണോ വേണ്ടിയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയോ? എൽസമ്മ രോഷാകുലയായി. ഞാൻ അതല്ല നിന്നോട് ചോദിച്ചത്. ആ നാശം പിടിച്ച സ്ത്രീ വിളിച്ചു പറഞ്ഞത് സത്യമാണെന്ന് നീ എങ്ങനെ അറിഞ്ഞെന്നാണ്. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. അവൾ തന്നെയാ അന്ന് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ തമ്മിൽ വച്ചു മാറ്റിയത്. അത് സത്യമാണെങ്കിൽ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല, വെടിവെച്ചു കൊല്ലും ഞാൻ അവളെ. എവിടെ തോക്ക്? എവിടെയുണ്ടാ? എല്ലാം ശൗര്യയുടെ കയ്യിലായി പോയില്ലേ? എൽസമ്മ പരിഹസിച്ചു. അവനെ ഞാൻ ഭൂമിക്ക് മീതെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അവൻ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ പറയുന്നല്ലോ കൊല്ലും കൊല്ലുമെന്ന്. കുറേ തവണ നോക്കിയില്ലേ കൊല്ലാൻ? ഇപ്പം ഇതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ തന്നെ പറയുന്നത് അവൻ ആരാണെന്ന് വിചാരിച്ച? എൽസമ്മ ചോദിച്ചു. ഡാനസിനെയും ശൗര്യയും തമ്മിൽ ആ നേഴ്സ് പെണ്ണ് വച്ചു മാറിയതാണെങ്കിൽ ശൗരി നമ്മുടെ ആരാ? സൈമൺ തരകൻ അവളെ കണ്ണുമിഴിച്ചു നോക്കി. നമ്മുടെ കൂടെ കാരക്കാട്ട് ബംഗ്ലാവിൽ വളരേണ്ട നമ്മുടെ മകനല്ലായിരുന്നോ അവൻ? അവനെയാണോ ഇനിയും നിങ്ങൾക്ക് കൊല്ലേണ്ടത്? സൈമൺ തരകൻ കണ്ണുമിഴിച്ച് എൽസമ്മയെ നോക്കി, അർത്ഥം മനസ്സിലാകാത്ത പോലെ. റോയി സൈമണും റോബിൻ സൈമണും തമ്മിൽ അടക്കി പിടിച്ച് സംസാരിക്കുകയാണ്. മുറിയുടെ വാതിൽ അടച്ചിട്ടിരുന്നാണ് സംസാരം. നമ്മളീ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ ഡാൻഡസ് നമ്മുടെ ആരാ? ആരുമല്ലല്ലോ. റോയി സൈമൺ സഹോദരനോട് ആരാഞ്ഞു. ശൗര്യയെ നമ്മൾ ഇത്രയും കാലം എങ്ങനാണോ കണ്ടത് അതുപോലെ കാണേണ്ടി വരും. റോബിൻ സൈമൺ പറഞ്ഞു. ഡാൻഡസിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ നമ്മുടെ അനിയനല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ കാണണം? ഇത് വലിയ കുരിശായല്ലോ. ആ തള്ള വിളിച്ച് പറഞ്ഞതിന് എന്താണൊരു തെളിവ്? നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാട്ടുകാരെല്ലാം വിശ്വസിക്കും. റോബിൻ പറഞ്ഞു. അത് കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടന്മാരായി പോകത്തില്ലേ? ഒറ്റ വഴിയേയുള്ളൂ, റോബിൻ പറഞ്ഞു. DNA ടെസ്റ്റ് നടത്തുക. ഡാൻഡസ് നമ്മുടെ മമ്മിയുടെ മോനാണോ എന്ന് അറിഞ്ഞാൽ പോരെ? DNA ടെസ്റ്റ് നടത്തിയ അപ്പൻ ആരാണെന്നല്ലേ അറിയാൻ പറ്റൂ? അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. അമ്മ ആരാണെന്നറിയാനും DNA ടെസ്റ്റ് ഉണ്ടോ? ഞാൻ ഗൂഗിളിൽ കയറി നോക്കി. ഉണ്ട്. അമ്മമാരെ തിരിച്ചറിയാനും DNA ടെസ്റ്റ് നടത്തും. മെറ്റേണൽ DNA ടെസ്റ്റ് എന്നാണ് പറയണത്. പക്ഷേ പ്രസവിക്കുന്നത് അമ്മമാരായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. ആരെ പ്രസവിച്ചെന്നുള്ളത് വ്യക്തമാണല്ലോ. പക്ഷേ കുഞ്ഞുങ്ങളെ വെച്ചു മാറുന്നിടത്ത് ആ ടെസ്റ്റ് അല്ലാതെ തിരിച്ചറിയാൻ വേറെ വഴിയില്ല. എങ്കിൽ എന്ത് വില കൊടുത്തും നമ്മളത് നടത്തണം, റോയി സൈമൺ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ട് ഡാൻഡസ് നമ്മുടെ അനിയനല്ലെന്ന് വന്നാലോ? നമ്മൾ എന്നാ ചെയ്യണം? റോബിൻ ചോദിച്ചു. വല്ല അവളും പിഴച്ച് പ്രസവിച്ചതിനെ ഒന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അപ്പോൾ ശൗര്യക്കുട്ടിയുടെ കാര്യമോ? DNA ടെസ്റ്റിൽ അവൻ നമ്മുടെ അനിയനാണെന്ന് വന്നാലോ? അത് പ്രശ്നമല്ലേ? റോബിൻ ചോദിച്ചു. അവൻ്റെ DNA ടെസ്റ്റ് നമ്മൾ നടത്തുന്നില്ല. അവൻ ആരാണെന്ന് നമുക്കറിയണ്ട. അവൻ നമ്മുടെ ശത്രുവാ. നമ്മളെ തറ പറ്റിച്ചത് അവനാ. നമ്മുടെ സ്വത്തെല്ലാം തട്ടിയെടുത്തു. കള്ളപ്പേരിൽ ബാങ്ക് നടത്തി നമ്മളെ എല്ലാം പറ്റിച്ചു. അവൻ്റെ ഏജൻറ്റിനെ കൊണ്ട് ബോട്ട് കച്ചവടം നടത്തിച്ച് നമ്മളെ ഏമാത്തി. ഒടുക്കം ബോട്ടും പോയി. DNA ടെസ്റ്റ് നടത്തി അവൻ നമ്മുടെ അനിയനാണെന്ന് തെളിഞ്ഞാലും നമുക്ക് അവനെ വേണ്ട, റോയി സൈമൺ തറപ്പിച്ചു പറഞ്ഞു. ഈ പുറത്തെ ഇരുളടഞ്ഞ ഒരു മുറിയിൽ മറ്റൊരാൾ കൂടി ഉറക്കമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. ഡാൻഡസ് സൈമൺ. ഇരുട്ടല്ലാതെ അവൻ്റെ കൺമുന്നിൽ യാതൊന്നുമില്ല. അറിഞ്ഞിടത്തോളം വിവരങ്ങൾ ശരിയാണെങ്കിൽ തൻ്റെ സ്ഥാനം ഇനി എവിടെയാണെന്ന് അവനൊരൊത്തും പിടിയുമില്ല. ഈ വീട്ടിൽ താൻ ആരാണ്? എവിടെയാണ് തൻ്റെ ഇരിപ്പിടം? ആർക്കാണ് തന്നെ ഇനി വേണ്ടത്? ആരുടെ മകനാണ് താൻ? ഈ ചോദ്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിൽ കിടന്ന് ആർത്തലച്ചു. തൻ്റെ സഹോദരങ്ങളെ കാണാൻ അവൻ ഭയപ്പെട്ടു. അവർ തന്നെ ഇനി സഹോദരനായി കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. പാപ്പയുടെയും മമ്മിയുടെയും മുന്നിൽ ചെല്ലാനും അവന് ഭീതി തോന്നി. നീ ഞങ്ങളുടെ ആരുമല്ല, കടക്കപ്പുറത്ത് എന്ന് പുറത്തേക്ക് കൈ ചൂണ്ടിയാൽ ഇറങ്ങിപ്പോകേണ്ടി വരുമോ? ലോകവും അതിൻ്റെ വ്യവസ്ഥകളും തകിടം മറിഞ്ഞതുപോലെ ഡാൻഡസിന് തോന്നി. രാജകുമാരനായിരുന്നവൻ ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ പിച്ചക്കാരുടെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ഒരാശ്വാസത്തിനു വേണ്ടി സോണിയ റോസിനെ വിളിക്കാൻ അവൻ ഫോൺ എടുത്തെങ്കിലും വീണ്ടും വിചാരത്താൽ അത് വേണ്ടെന്ന് വെച്ചു. സോണിയയും കൂടി തന്നെ തള്ളി പറഞ്ഞാൽ പിന്നെ ആരുണ്ട് തനിക്ക്? ആരുമില്ല. എല്ലാം ഉണ്ടായിരുന്നവൻ, എല്ലാവരും ഉണ്ടായിരുന്നവൻ.
അനുഗ്രഹീതനായ കലാകാരൻ എന്ന് ഏവരും വാഴ്ത്തിയിരുന്നവൻ ഇപ്പോൾ അനാഥനായിരിക്കുന്നു. ഡാൻഡസിന്റെ കണ്ണിൽ വെള്ളം വന്നു നിറഞ്ഞു. അന്ധേരി കുരിശിങ്കൽ വീട്ടിൽ വെച്ച് ദേവസ്യക്കുട്ടിയും റോസ്ലിനും കൂടി റജീനയെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും റജീനയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. കാരക്കാട്ട് ബംഗ്ലാവിൽ വെച്ച് ഞാൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതെല്ലാം സത്യമാ. നിനക്കെങ്ങനെ അറിയാം കുഞ്ഞുങ്ങളെ തമ്മിൽ മാറിപ്പോയെന്ന് ദേവസ്യക്കുട്ടി ചോദിച്ചു. ഞാനാ എടുത്ത് മാറ്റിയത്. എനിക്കും കർത്താവിനുമല്ലാതെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ തള്ളമാരെ രണ്ടുപേരും തിരിച്ചറിഞ്ഞില്ലേ? കുടുംബക്കാരെ തിരിച്ചറിഞ്ഞില്ലേ? പെറ്റ തള്ള തിരിച്ചറിയേണ്ടതാണല്ലോ, റോസ്ലിൻ പറഞ്ഞു. പെറ്റു വീണ കുഞ്ഞിനെ എങ്ങനെ തിരിച്ചറിയാനാ? എല്ലാം ഒരുപോലെയല്ലേ? പോരെങ്കിൽ രണ്ടുപേരുടെ അപ്പനും ഒന്നല്ലേ? റജീന കൂസലില്ലാതെ പറഞ്ഞു. നിനക്ക് എങ്ങനെ തോന്നിയടി ഇതുമാതിരി ഒരു മഹാപാപം ചെയ്യാൻ? നീയൊരു നേഴ്സല്ലേ, മനുഷ്യ സ്ത്രീയല്ലേ, ഒരു ഭാര്യയല്ലേ, നീയും ഒരമ്മയല്ലേടി? റോസ്ലിൻ ചോദിച്ചു. ഞാൻ ആ കാരക്കാട്ട് സൈമൺ മുതലാളിയോട് പകരം വീട്ടിയതാ, എൻ്റെ ചേച്ചിയുടെ മാനവും ജീവിതവും നശിപ്പിച്ചതിന്. എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അയാൾ ചെയ്ത തെറ്റിന് ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? ഞാനേ ചേച്ചിയുടെ കുഞ്ഞിനോട് ഒരു തെറ്റും ചെയ്തില്ല. എൻ്റെ ചേച്ചി പ്രസവിച്ച കുഞ്ഞ് കാരക്കാട്ട് ബംഗ്ലാവി രാജകുമാരനെ പോലെ വളരണം. സൈമൺ മുതലാളിയുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് കടപ്പുറത്ത് തിണ്ടി നടക്കണം. അതിനു വേണ്ടിയാ ഞാനത് ചെയ്തത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചു. എന്നിട്ട് ഇപ്പോഴോടി ആരാ തെണ്ടിയായത്? എമിലിയുടെ മോനല്ലേ? അവനല്ലേ ആരുമില്ലാതായത്? എൽസമ്മയുടെ മകനാണല്ലോ സകല സമ്പത്തും കാരക്കാട്ട് ബംഗ്ലാവും, ദേവസ്യക്കുട്ടി പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ആ രഹസ്യം പൊട്ടിച്ചത്. എമിലി ചേച്ചിയുടെ മോന് ആരുമില്ലെന്ന് വിചാരിക്കണ്ട. നമ്മളൊക്കെ ഉണ്ട്. വല്യപ്പച്ചൻ്റെ തനി സ്വരൂപമാ അവൻ. അവനെ നമുക്ക് തിരിച്ചു കിട്ടണം. സ്വത്തെല്ലാം ശൗര്യയുടെ കയ്യിലായി പോയില്ലേ? ആ പോട്ടെ, കാരക്കാട്ടുകാരുടെ സകല സ്വത്തിനേക്കാളും വലുതാ ഡാൻഡസ്. നമ്മുടെ ചോരയാണവൻ. വേറൊന്നുമില്ലെങ്കിലും അവൻ ഒന്നാന്തര കലാകാരനാ. അത് വെച്ച് അവൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. നിനക്കിനി എന്തൊക്കെയാ വരാൻ പോണേന്ന് ആർക്കറിയാം? കാരക്കാട്ടുകാർ കേസ് കൊടുത്താൽ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവത്തില്ലേ? കുഞ്ഞുങ്ങളെ തമ്മിൽ വെച്ചു മാറിയതിന് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇനിയിപ്പോൾ ശൗര്യക്കുട്ടി എന്നതാണ് ചെയ്യാൻ പോണേന്ന് ആർക്കറിയാം? പിടിച്ചു വാങ്ങിച്ചതൊക്കെ അവൻ കാരക്കാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുമോ? അവൻ കാരക്കാട്ട് പക്ഷത്തേക്ക് മാറിയ പിന്നെ എമിലിക്ക് ആരുണ്ട്? റോസ്ലിൻ ചോദിച്ചു. എൻ്റെ ചേച്ചിക്ക് ഡാൻഡസ് ഉണ്ട്. ഇനി അവൻ മതി, റജീന പറഞ്ഞു. എമിലിയുടെ മകനാണ് ഡാൻഡസ് എന്ന കാര്യത്തിൽ ദേവസ്യക്കുട്ടിക്കോ റോസ്ലിനോ ഇനി സംശയമൊന്നുമില്ല. കാരണം ഡാൻഡസ് ജനിച്ചതു മുതൽ ഇന്നോളം റജീന ഡാൻഡസിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതിന് കണക്കില്ല. എന്തിനിവൾ ശത്രുവിൻ്റെ മകനെപ്പറ്റി ഇത്രയ്ക്ക് അഭിമാനം കൊള്ളുന്നു എന്നോർത്ത് ദേവസ്യക്കുട്ടിയും റോസ്ലിനും അമ്പരന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് എല്ലാ ചിന്താക്കുഴപ്പങ്ങൾക്കും ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. റജീനയുടെ ഭർത്താവ് ജോജോ എല്ലാം കേട്ട് തലയ്ക്ക് കൈ കൊടുത്ത് വരാന്തയുടെ അരഭിത്തിയിലിരുന്നു. റജീനയ്ക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ അവന് സംശയമൊന്നുമില്ല. ബൈക്ക് വന്ന ശബ്ദം കേട്ട മേബിൾ മുൻവാതിൽക്കിലേക്ക് ഓടി വന്ന് നോക്കി. മൈക്കേലാണ്. കൂടെ ശൗര്യക്കുട്ടിയില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ മുഖം മ്ലാനമായി. മൈക്കേൽ വരാന്തയിലേക്ക് കയറി വന്നപ്പോൾ അവൾ ചോദിച്ചു, ചേട്ടായിനെ കണ്ടോ? ഇല്ല. അന്വേഷിച്ചില്ലേ? എവിടെ അന്വേഷിക്കാനാ? ചെല്ലിക്കടപ്പുറത്തെ വീട്ടിൽ. അങ്ങോട്ട് ചെന്നിട്ടില്ല. കാരക്കാട്ട് ബംഗ്ലാവിൽ പോയി നോക്കിയോ? അവിടുന്ന് ഇന്നലെ രാത്രി പോയതാ. പിന്നെ ആർക്കും ശൗര്യക്കുട്ടിയെപ്പറ്റി ഒരു വിവരവുമില്ല. ആരും കണ്ടവരുമില്ല. ഫോണിൽ വിളിച്ചു നോക്കിയില്ലേ? ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. പിന്നെ എന്നാ ചെയ്യും? ചേട്ടായിക്ക് ആരുമില്ലേ? ഇതെന്നാ ആരോടും പറയാതെ? മേബിളിന് സങ്കടമായി. ശൗര്യക്കുട്ടിക്ക് മനസ്സിനെന്തോ വിഷമം തട്ടിയെന്ന് തോന്നണ്. രാത്രി 2 മണിയോടെ പരിപാടിയെല്ലാം തീർന്നല്ലോ. എല്ലാവരെയും പറഞ്ഞയച്ചിട്ട് ബംഗ്ലാവും ഗേറ്റും പൂട്ടി ആരോടും മിണ്ടാതെ ഒറ്റപ്പോക്ക്, മൈക്കേൽ പറഞ്ഞു. ലൈസമ്മ വാക്കിംഗ് സ്റ്റിക്ക് ഊന്നി വാതിൽക്കിലേക്ക് വന്നു. ആ എമിലിയുടെ അനിയത്തി പറഞ്ഞതൊക്കെ ശരിയാണോ മൈക്കേലേ? ശരിയാണെന്നാ എല്ലാവരും പറയണത്. അന്തേരി കടപ്പുറത്ത് കുരിശിങ്ക വീട്ടിലുണ്ടായിരുന്നു ആ ചേച്ചി. ബന്ധുക്കളൊക്കെ ചോദിച്ചിട്ടും അവർ മാറ്റി പറഞ്ഞില്ല. അവർ കുഞ്ഞുങ്ങളെ വെച്ചു മാറിയെന്ന് സമ്മതിച്ചു. അതിൻ്റെ ശിക്ഷ എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോളാന്നാണ് പറഞ്ഞത്. അതിന് പ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഛേ,
ഓരോ ഒരുമ്പെട്ടവളുമാര് ഇങ്ങനെ തുടങ്ങിയ എന്നാ ചെയ്യും? ശൗര്യക്കുട്ടിയുടെ വീട്ടുകാർ എന്നതാ പറയണത്? അവരും വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പം നാട് മുഴുക്കെ പാട്ടായില്ലേ? ശൗര്യക്കുട്ടി അതൊക്കെ എന്തിനാണ് വിശ്വസിക്കാൻ പോണത്? വേറെ പണിയില്ലേ? വല്ലവരും വല്ലതും പറഞ്ഞുകൊണ്ട് നടക്കട്ടെന്ന് വെച്ചാ പോരെ? മമ്മി, നമ്മൾ വിചാരിക്കുകയും പറയുകയും ചെയ്യണ പോലെയല്ല. ആ സ്ഥാനത്തോട് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ നമ്മളും അന്തം വിട്ടു പോകും. ഞാൻ മമ്മിയുടെ മോനാണെന്ന് വിചാരിച്ചല്ലേ ഇത്രയും നാള് ജീവിച്ചത്? ഇപ്പം അല്ലെന്ന് തെളിഞ്ഞാലോ? പിന്നെ ഞാൻ ആരാ? തെളിഞ്ഞില്ലല്ലോ, പിന്നെന്താ? മമ്മി, തെളിയാത്തത് നമുക്കല്ലേ? ശൗര്യക്കുട്ടിക്ക് മനസ്സിലായി, അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, വീട്ടുകാർക്ക് മനസ്സിലായി. അതിൻ്റെ അപ്പുറത്ത് ആര് മനസ്സിലാക്കിയാൽ എന്താ? ഇല്ലെങ്കിൽ എന്താ? സത്യം വെളിച്ചത്ത് വന്നില്ലേ? ലൈസാമയ്ക്കോ മേബിളിനോ അതിനൊരു ഉത്തരം കണ്ടെത്താനായില്ല. മേബിൾ അവളുടെ രൂപക്കൂടിന് മുന്നിലെത്തി. അവിടെ പാതിയുരുകി അവശേഷിച്ചിരുന്ന തിരികൾ കൊളുത്തി ശൗര്യക്കുട്ടിയുടെ മനസ്സമാധാനത്തിനായി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ സാറിൻ്റെ പഴയ വീട്ടിൽ സന്ദർശകർ പലരെത്തിക്കൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ എൽസമ്മയുടെ ബന്ധുജനങ്ങളും ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. സൈമൺ തരകൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതേ അഭിപ്രായക്കാരായിരുന്നു. റെജീനയുടെ വെളിപ്പെടുത്തലോടെ ഒരു രക്ഷാവാതിൽ തുറന്നു കിട്ടിയിരിക്കുകയാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഡാൻഡസിനു പകരം ശൗര്യക്കുട്ടിയാണ് എൽസമ്മ പ്രസവിച്ച മകനെങ്കിൽ സംഭവങ്ങളെല്ലാം തകിടം മറിയും. മറുവശത്തുണ്ടായിരുന്ന പ്രബലനായ ശത്രു ബലവാനായ മിത്രവും രക്ഷകനുമായി മാറും. അവൻ തങ്ങളോട് പടവെട്ടി എന്തൊക്കെ പിടിച്ചെടുത്തോ അതെല്ലാം ഇനി തങ്ങളുടേതും കൂടിയാണെന്ന് വന്നു ചേരും. തങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ദൗത്യം കൂടി അവനെ ഏറ്റെടുക്കേണ്ടി വരും. അതിനാകെ കൂടി ചെയ്യേണ്ടത് ഒരേയൊരു സംഗതി മാത്രമാണ്: ഡാൻഡസിൻ്റെയും എൽസമ്മയുടെയും DNA പരിശോധന. അതിൻ്റെ ഫലം പുറത്തു വരുന്നതോടെ നെല്ലും പതിരും വേർതിരിയും. അതുകൊണ്ട് 2 ഗുണങ്ങളാ കിട്ടാൻ പോണത്. എൽസമ്മയുടെ അപ്പൻ പറഞ്ഞു. 1, ചെല്ലിക്കടപ്പുറത്തെ മൂദേവി പ്രസവിച്ച ചെക്കനെ നമ്മൾ വീട്ടിൽ നിർത്തേണ്ട ആവശ്യമില്ല. 2, ശൗര്യയുമായുള്ള എല്ലാ ശത്രുതയ്ക്കും ഒരന്ത്യം വന്നു ചേരും. പോരെ? സ്വന്തം ബന്ധുമിത്രാദികളും മക്കളും കൂടി നിർബന്ധിച്ചപ്പോൾ എൽസമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. താൻ പ്രസവിച്ച മകൻ ഡാൻഡസോ ശൗര്യയോ എന്നറിയാനുള്ള ഒരമ്മയുടെ ന്യായമായ അവകാശം തനിക്കുണ്ടല്ലോ. അതറിഞ്ഞിട്ട് തന്നെ കാര്യം. DNA ടെസ്റ്റിന് ആവശ്യമായ സ്പെസിമെൻ എൽസമ്മയിൽ നിന്നും ഡാൻഡസിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് റോബിൻ സൈമണും എൽസമ്മയുടെ ഇളയ സഹോദരൻ വിൻസെൻറ്റും കൂടി നെടുമ്പാശ്ശേരിയിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോയി. തൻ്റെ സ്ഥാനം അകത്തോ പുറത്തോ എന്നറിയാതെ, താൻ യഥാർത്ഥത്തിൽ ആരെന്നറിയാതെ, ആരും കാണാനും മിണ്ടാനുമില്ലാതെ, എന്നാൽ എല്ലാവരുടെയും ചർച്ചാ വിഷയമായി ഒരാൾ മാത്രം ആ വീട്ടിനുള്ളിലെ ഇരുണ്ട മുറിയിൽ ഖിന്നനായി ഇരിപ്പുണ്ടായിരുന്നു: ഡാൻഡസ്. മേബിൾ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റു. ബൈബിൾ യഥാസ്ഥാനത്ത് വെച്ചു. മെഴുകുതിരികൾ കെടുത്തി. കട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ലൈസാമയ്ക്ക് സ്തുതി നൽകി. പിന്നെ അത്താഴം വിളമ്പാനായി അടുക്കളയിലേക്ക് കടന്നു. അപ്പോഴാണ് നെഞ്ചിൽ തുടരെ തുടരെ ഇടിമുഴക്കങ്ങൾ വന്നലച്ചത്. കയ്യിലിരുന്ന സ്പൂൺ എവിടേക്കോ വലിച്ചെറിഞ്ഞിട്ട് മേബിൾ വരാന്തയിലേക്കോടി. അപ്പോഴേക്കും ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം നിലച്ചിരുന്നു. ശൗര്യക്കുട്ടി ബൈക്കിൽ നിന്നിറങ്ങുകയാണ്. ഹെൽമെറ്റ് അഴിച്ച് ഹാൻഡിൽ ബാറിൽ കൊളുത്തിയിട്ടു. ജാക്കറ്റിൻ്റെ സിബ് വലിച്ചു തുറന്നിട്ടു. ശൗര്യക്കുട്ടി വരാന്തയിലേക്ക് കയറി വന്നപ്പോൾ മേബിളിന് കരച്ചിലും ചിരിയും ഒപ്പം വന്നു. നിനക്ക് ഭ്രാന്തായോ? കരഞ്ഞോണ്ട് ചിരിക്കുന്നോ? മേബിൾ അവൻ്റെ ജാക്കറ്റിൻ്റെ 2 പാളികളിലും പിടിച്ച് ഏങ്ങലടിച്ച് ചോദിച്ചു. എവിടായിരുന്നു ഇതുവരെ? ആരോടും മിണ്ടാണ്ട് ഫോൺ ഓഫാക്കി വെച്ച്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ അടർന്ന് കവളത്തേക്ക് വീണു. ശൗര്യക്കുട്ടി 2 കൈകളിലും പിടിച്ച് അവളെ പിന്നോട്ട് മാറ്റിക്കൊണ്ട് ചോദിച്ചു. നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ? ഞാൻ പറയാമേ കണ്ണു തുടച്ച മേബിൾ വീറോടെ പറഞ്ഞു. നീ പറ. ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. നീ എന്താ ഭീഷണിപ്പെടുത്തുന്നോ? അപ്പോഴേക്കും ലൈസാമ്മ വന്നു. ഇതാരപ്പനെ? ശൗര്യക്കുട്ടി, നീ എവിടായിരുന്നു മോനെ? ലൈസാമ്മ അതിശയിച്ച് ചോദിച്ചു. എന്നിട്ട് മേബിളിനെ നോക്കി. അവൾ എന്തിനാണ് കരയണത്? ആർക്കറിയാം? ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഗുസ്തി പിടിക്കാൻ വരണ. എന്ത് പറ്റിയടി? ലൈസാമ്മ ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. മേബിൾ കവളത്തെ നനവ് തുടച്ചു മാറ്റി. വീട്ടിൽ പോയിട്ടാണോ വന്നത്? ലൈസാമ്മ ചോദിച്ചു. ഇല്ല, പോയില്ല. എനിക്കറിയായിരുന്നു ആദ്യം ഇങ്ങോട്ടാ വരുമെന്ന്, മേബിൾ പറഞ്ഞു. ഇവിടെ വർത്തമാനം കേട്ടോ? ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വരണത്.
നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴാ പറയണത് എനിക്കറിയായിരുന്നെന്ന്. ഇങ്ങനെയേ ചെയ്യത്തുള്ളൂന്ന് ചെയ്യണേന് മുമ്പേ പറയണ്ടേ? അതല്ലേ മിടുക്ക്. ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം. നീ ചെന്ന് ചോറ് വിളമ്പ് മോളെ. ശൗര്യക്കുട്ടിക്ക് വിശക്കുന്നുണ്ടായിരിക്കും. ഉണ്ടായിരിക്കുമെന്നോ? ഉണ്ട്. എന്നിട്ട് അവൻ മേബിളിനോട് നിർദ്ദേശിച്ചു, മോള് ചെന്ന് വിളമ്പിയാട്ട്. ഒരു 10 മിനിറ്റ് താമസം വരും, ഗൗരവത്തിൽ പറഞ്ഞിട്ട് മേബിൾ അടുക്കളയിലേക്ക് പോയി. മൈക്കേൽ എവിടെ പോയി മമ്മി? അവൻ ആർത്തങ്ക പോയതാ. ഇപ്പം വരും. ഇങ്ങ് കയറി വാ. ലൈസാമ്മ ശൗര്യക്കുട്ടിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്പസമയത്തിനകം മൈക്കേൽ ബൈക്കിൽ എത്തിച്ചേർന്നു. അവനൊരു ക്യാരി ബാഗിൽ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ശൗര്യക്കുട്ടിയെ കണ്ട് അവൻ വിസ്മയാധീനനായി. ഇതെവിടായിരുന്നു? എപ്പോൾ വന്നു? നീ ആ സാധനങ്ങൾ അവളുടെ കയ്യിലോട്ട് കൊടുക്ക്. മൈക്കേൽ സഞ്ചിയുമായി അടുക്കളയിലേക്ക് പോയി. തിരികെ വന്നപ്പോൾ ശൗര്യക്കുട്ടി മൈക്കേലിനോട് പറഞ്ഞു, ആ ബൈക്കിൻ്റെ ബോക്സിലൊരു കുപ്പി ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വാ. മൈക്കേൽ അതും അനുസരിച്ചു. സീസറിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ മേശപ്പുറത്ത് വന്നു. ശൗര്യക്കുട്ടി പറയാതെ തന്നെ മൈക്കേൽ 2 ഗ്ലാസ് എടുത്ത് വെച്ചു. അടുക്കളയിൽ മീൻ പൊരിക്കുന്ന മണം ഊണുമുറിയിലേക്ക് വന്നു. ഇതെവിടുന്ന് കിട്ടി മീൻ? മൈക്കേൽ ചോദിച്ചു. ഇത് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നതാ, ഇന്നലത്തെ മീനാ, മേബിൾ പറഞ്ഞു. ഉച്ചയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? ഉച്ചയ്ക്ക് തന്നിരുന്നെങ്കിൽ ചേട്ടായി വരുമ്പോൾ എന്തെടുത്ത് കൊടുക്കും? മേബിൾ ചോദിച്ചു. ശൗര്യക്കുട്ടി ഇന്ന് വരുന്നുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞടി? അതൊക്കെ അവൾക്കറിയാമായിരുന്നു, ശൗര്യക്കുട്ടി ചെറു ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് കുപ്പി തുറന്ന് 2 ഗ്ലാസുകളിലായി മദ്യം പകർന്നു. മൈക്കിൾ വെള്ളം ചേർത്തു. മേബിൾ വറുത്ത മീൻ കഷ്ണങ്ങൾ ഒരു പ്ലേറ്റിലാക്കി കൊണ്ടുവന്ന് വെച്ചു. സവാള അരിഞ്ഞതും കൊണ്ടുവന്നു. ഓ, ഇതാണ് 10 മിനിറ്റ് എന്ന് പറഞ്ഞത്. ശൗര്യക്കുട്ടി അവളെ നോക്കി തലകുലുക്കി. മേബിൾ തന്നെ ചോറും മറ്റു കറികളും വിളമ്പി. മീൻ അടർത്തി വായിലിട്ട് ചവയ്ക്കുന്നതിനിടയിൽ ശൗര്യക്കുട്ടി ആംഗ്യത്തോടെ മേബിളിനോട് പറഞ്ഞു, ഉഗ്രൻ, മീൻ വറുത്ത ഇങ്ങനെ ഇരിക്കണം, ഇതാണ് ടേസ്റ്റ്. മേബിൾ സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു. നിന്നെ കെട്ടുന്നവൻ്റെ ഭാഗ്യം. അതുകൂടി കേട്ടതോടെ അവളുടെ മുഖം വീർത്തു. എന്നെ ആരും കെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പോയതല്ലേ ഞാൻ. പീറ്ററിനെ കെട്ടാൻ നിനക്ക് സമ്മതമാണോ? പോ അവിടുന്ന്, എനിക്ക് വേണ്ട. മേബിളിന് നിന്ന നിൽപ്പിൽ ദേഷ്യവും സങ്കടവും വന്നു. പീറ്റർ! അവൾ വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ശൗര്യക്കുട്ടി, വീട്ടിൽ നിന്ന് നിന്നെ തിരക്കി ഡെന്നിച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലൈസാമ്മ പറഞ്ഞു. ഒന്ന് മൂളിയിട്ട് ശൗര്യക്കുട്ടി ഗ്ലാസ്സിലിരുന്നതെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. ഗ്ലാസ് തിരിച്ച് മേശമേൽ വെച്ചിട്ട് വീണ്ടും ഒഴിച്ച് വെള്ളവും ചേർത്ത് നിറച്ചു. എമിലിയും വിളിച്ച് തിരക്കി. മൈക്കേൽ ശൗര്യക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ശൗര്യക്കുട്ടി ഗ്ലാസ്സിൽ നിറച്ചത് കൂടി എടുത്ത് കുടിച്ചു. അവൻ കരുതിക്കൂട്ടിയാണ് മദ്യവുമായി വന്നതെന്നും തമാശ പറച്ചിലൊക്കെ ഒരു മുഖംമൂടി മാത്രമാണെന്നും മൈക്കേലിന് മനസ്സിലായി. ശൗര്യക്കുട്ടി എന്നാ വീട്ടിലോട്ട് പോകാഞ്ഞത്? അവരെല്ലാവരും വിഷമിച്ചിരിക്കുവല്ലേ? ലൈസാമ്മ വീണ്ടും പറഞ്ഞു. ആർക്കാ വിഷമമില്ലാത്തത്? ശൗര്യക്കുട്ടി ചോദിച്ചു. അവൻ്റെ മുഖം ചുവന്ന് വിങ്ങി. പടവെട്ടി കീഴടക്കി ചെന്നപ്പോൾ ഞാൻ തന്നെയായി എൻ്റെ ശത്രു. ശൗര്യക്കുട്ടി, എമിലിയുടെ അനുജത്തി പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പോണ്ട, അതൊന്നും സത്യമാകണമെന്നില്ലല്ലോ. ലൈസാമ്മ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി ആരും എന്നോടൊന്നും പറയണ്ട. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി അവരെന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്തുകൊണ്ടായിരുന്നെന്ന്. ശൗരി പിന്നെയും ഗ്ലാസ് നിറച്ചു. വെള്ളം ചേർത്തു. അതും വാശിയോടെന്നവണ്ണം കുടിച്ചു. ശൗര്യക്കുട്ടി, അത് മറന്നുകളാ. നിന്റെ വീട്ടുകാർക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ലല്ലോ. അതുപോരെ നമുക്ക്? പോരാ, ശൗരി കടുപ്പിച്ചു പറഞ്ഞു. എൻ്റെ അമ്മയല്ലാന്നറിഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എമിലിക്ക് നിന്നോട് ഒട്ടും ഇഷ്ടക്കേടില്ലല്ലോ മോനെ. ഇന്നലത്തെ സ്നേഹം ഇന്നുമുണ്ടല്ലോ. ശൗരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അമ്മയുടെ മനസ്സിലൊരു തീ വീണ് കിടപ്പുണ്ട്. അമ്മയുടെ മകൻ ഈ ശൗര്യക്കുട്ടിയല്ല, വേറൊരുത്തനാണെന്നുള്ള വിചാരം. അതിനാർക്കും മായ്ക്കാൻ പറ്റത്തില്ല. അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടെന്നുള്ളത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ശൗര്യക്കുട്ടിയുടെ കണ്ഠമിടറി. അമ്മ എൻ്റെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? ആ ചോദ്യത്തിനു മുന്നിൽ ലൈസാമ്മയും മൈക്കേലും വിറങ്ങലിച്ചിരുന്നു. മേബിൾ അടുക്കള വാതിൽക്കൽ നിന്ന് അലിവോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ 3-ാം നിലയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ശൗര്യക്കുട്ടി കടലിനെയും കരയെയും നോക്കി. അവിടെ നിന്ന് നോക്കിയാൽ വടക്കോട്ട് അർത്തങ്കൽ വരെയും തെക്കോട്ട് പുന്നപ്ര വരെയുമുള്ള കടൽ തീരം കാണാമായിരുന്നു.
പൂഴിമണലും തിരയിലെ നുരയും പതയും ചേർന്ന് വെള്ളിത്തിളക്കമുള്ള നീണ്ടു വളഞ്ഞ ഒരു വെൺപാത പോലെ തോന്നിച്ചു. കരയ്ക്കും കടലിനുമിടയിലെ അതിര്. ഭൂമിക്ക് ഇരുണ്ട നീലയാണ് നിറം. രണ്ടും രണ്ട് ലോകങ്ങളാണ്. രണ്ട് തരം ജീവികളാണ്. കടലിൽ ഇരകൾ, കരയിൽ ആഹാരികൾ. വെള്ളത്തിൽ ജനിച്ച് ജീവിക്കുന്നത് കൊണ്ട് മാത്രം കരയിലെ ജീവികളുടെ ആഹാരമായി തീരാൻ വിധിക്കപ്പെട്ട മത്സ്യങ്ങൾ. കരയിൽ ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ട് മാത്രം വേഗത്തിൽ വികാസ പരിണാമം സംഭവിച്ച് കരയെയും കടലിനെയും കീഴടക്കിയ മനുഷ്യർ. ശൗര്യക്കുട്ടിക്കിപ്പോൾ മീനുകളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. എന്തുമാത്രം നിഷ്കളങ്കരായ ജീവികൾ! എത്രയോ ആയിരം സംവത്സരങ്ങളായി മനുഷ്യക്കൂട്ടങ്ങൾ ഒരുക്കിയ കെണിയിൽ കുടുങ്ങിയിട്ടും പിന്നെയും പിന്നെയും അതിൽ തന്നെ ആത്മാഹുതി നടത്തുന്നവർ. ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും സ്വാർത്ഥനും ക്രൂരനും ദുഷ്ടനുമായ ജീവി മനുഷ്യൻ തന്നെയാണെന്ന് അവൻ ഓർത്തു. ആ വർഗത്തിൽപ്പെട്ട താനും മികച്ചവനൊന്നുമല്ല എന്ന് ശൗര്യക്കുട്ടി സ്വയം വിലയിരുത്തി. പക മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇത്രകാലം ജീവിച്ചത്. ഒരാളെ കൊല്ലുന്നതൊഴികെ എന്ത് ചെയ്യാനും മടിക്കാത്തവനായിരുന്നു. കയ്യൂക്കും കൗശലവും സൂത്രവിദ്യകളും പ്രയോഗിച്ചാണ് പലതും നേടിയെടുത്തത്. ഇങ്ങനെ ഈ കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ സൈമൺ തരകൻ നിന്ന അതേ സ്ഥാനത്ത് അധികാരത്തോടും പ്രതാപത്തോടും ധനസമൃദ്ധിയോടും കൂടി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതിന് അളവില്ല. ഇപ്പോൾ ആഗ്രഹിച്ച സ്ഥാനത്ത് തന്നെ എത്തി. ഈ ഉയരത്തിലെത്തി നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇവിടെ താൻ തനിച്ചാണ്. ആരുമില്ല കൂടെ. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ഈ പടയോട്ടത്തിനിടയിൽ അന്യരായി പോയിരിക്കുന്നു. ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. ഇനി കയറാൻ ഉയരങ്ങളുമില്ല. ചെയ്യാവുന്നതൊന്നു മാത്രം, കയറിയത് എത്ര ഉയരത്തിലേക്കാണോ അത്രയും താഴ്ചയിലേക്ക് ഇറങ്ങുക. ആ ഉയരത്തിലേക്ക് കയറി വരാൻ അമ്മയില്ലെങ്കിൽ, സഹോദരങ്ങളില്ലെങ്കിൽ, ആത്മമിത്രങ്ങളില്ലെങ്കിൽ ഈ കാരക്കാട്ട് ബംഗ്ലാവ് ലക്ഷണം കെട്ട ഒരു പാറപ്പൊറ്റു മാത്രമാണ്. ഇത് സ്വന്തമാക്കിയതിൽ ഒരർത്ഥവുമില്ല. ശൗര്യക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത നിരാശ തോന്നി. ഇതുവരെ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം പാഴ്വേലകളാണെന്ന് അവന് തോന്നി. ശൗര്യക്കുട്ടി മട്ടുപാവിൽ നിന്ന് ബംഗ്ലാവിനുള്ളിലേക്ക് വന്നു. അതിൻ്റെ മുകൾ നിലയിലെ വാതിലുകളും ജനലുകളും അടച്ചു. താഴെ എത്തിയപ്പോൾ ഒരു കാർ ഗേറ്റിൽ വന്ന് നിൽക്കുന്നതായി കണ്ടു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. കാറിനുള്ളിൽ നിന്ന് ഏതാനും പേർ ഇറങ്ങി വിക്കറ്റ് ഗേറ്റ് തുറന്ന് വീട്ടുവളപ്പിനുള്ളിൽ പ്രവേശിച്ചു. ശൗര്യക്കുട്ടി സിറ്റൗട്ടിൽ അവരെ നോക്കിക്കൊണ്ട് നിന്നു. കാറിൽ വന്നവർ മുറ്റം താണ്ടി സിറ്റൗട്ടിന് നേർക്ക് വന്നു. അഗസ്റ്റിൻ സർ, പാർട്ടി MLA ചന്ദ്രഭാനു, ചെല്ലിക്കടപ്പുറത്തെ വർഗീസ് തരകൻ, ബേബി കുരുവിള തുടങ്ങിയവരായിരുന്നു അവർ. ശൗര്യക്കുട്ടി അവരെ ഹാളിലേക്ക് സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വീട് പൂട്ടാൻ പോകുമായിരുന്നു. 5 മിനിറ്റും കൂടി കഴിഞ്ഞ നിങ്ങൾ വന്നെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല. എവിടെ പോണു ശൗര്യക്കുട്ടി? അഗസ്റ്റിൻ സാർ ചോദിച്ചു. പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിൽക്കാനാ സ്ഥലമില്ലാത്തത്. ഇതെന്ത് വർത്തമാനാ ശൗര്യക്കുട്ടി? ശൗര്യക്കുട്ടിയുടെ വീടല്ലേ ഇത്? ഇനി ഇവിടല്ലേ ശൗര്യക്കുട്ടി താമസം? എങ്ങനെയൊക്കെ നോക്കിയാലും ഈ വീട് ശൗര്യക്കുട്ടിക്ക് അർഹതപ്പെട്ടത് തന്നെയാ, ചന്ദ്രഭാനു പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ശൗരി നെറ്റി ചൊളിച്ചു. ശൗര്യക്കുട്ടി അറിഞ്ഞില്ലേ വിവരം? സൈമൺ തരകൻ്റെ മക്കൾ ഡാൻഡസിൻ്റെയും എൽസമ്മയുടെയും DNA ടെസ്റ്റ് നടത്തിയായിരുന്നു. അന്നിവിടെ ആ നേഴ്സ് പെണ്ണ് വിളിച്ച് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. എൽസമ്മ പ്രസവിച്ച മകനല്ല ഡാൻഡസ്, എമിലി പ്രസവിച്ചതാ അവനെ. ശരിക്കും കാരക്കാട്ടെ എൽസമ്മയുടെ മകൻ നീ തന്നെയാണ് ശൗര്യക്കുട്ടി. എൽസമ്മ പോലീസിൽ പരാതി കൊടുത്തത് പ്രകാരം പോലീസ് റജീന നേഴ്സിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അവൾ സമ്മതിച്ചു. ചേർത്തല KCM ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങളെ തമ്മിൽ വെച്ചു മാറിയത് അവളാണെന്ന് ചന്ദ്രഭാനു വിശദീകരിച്ചു. എല്ലാവരും ശൗര്യക്കുട്ടിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളുമില്ല. അതായത് ശരിക്കും നീ ഈ വീട്ടിൽ തന്നെ വളരേണ്ടവനായിരുന്നു, സൈമൺ തരകൻ്റെയും എൽസമ്മയുടെയും മകനായിട്ട്. സത്യം എത്ര കാലം മൂടി വെച്ചാലും ഒരു ദിവസം പുറത്തു വരുമല്ലോ. അതുമാത്രമല്ല, സത്യം ജയിക്കുകയും ചെയ്തു. നീ എവിടെയാണോ ജനിച്ചു വളരേണ്ടിയിരുന്നത് ആ വീട് നീ നിന്റെ കഴിവ് കൊണ്ട് കൈവശപ്പെടുത്തി. അതിനകത്തൊക്കെ വിധിയുടെ ഒരു കളിയുണ്ട്, അഗസ്റ്റിൻ സാർ പറഞ്ഞു. വിധിയും മണ്ണാങ്കട്ടയും ഒന്നുമല്ല ഇത്. ഈ കാരക്കാട്ട് ബംഗ്ലാവ് കൈയടക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ജീവിച്ചത്. അതിനു വേണ്ടിയാ ഞാൻ സകല കളികളും കളിച്ചത്, വേറൊന്നിനുമല്ല. എൻ്റെ അമ്മയെ ഇവിടെ താമസിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട്. ശൗര്യക്കുട്ടി വീറോടെ പറഞ്ഞു. ഇപ്പോൾ നിന്റെ അമ്മ ആരാണെന്ന് മനസ്സിലായല്ലോ.
കാരക്കാട്ട് സൈമൺ തരകന്റെ ഭാര്യ എൽസമ്മ. അവർ പ്രസവിച്ച മക്കളാണ് നിന്റെ സഹോദരങ്ങൾ. നീ അവരെയെല്ലാം തിരിച്ചു വിളിച്ച് ഇവിടെ താമസിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇവിടെ വന്നത്. ശൗരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ശൗരിക്കുട്ടി, ബാക്കിയെല്ലാം പോട്ടെ. എൽസമ്മ എന്തു പിഴച്ചു? ആ പാവം സ്ത്രീ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരുടെ വിഷമം കൂടി നീ മനസ്സിലാക്കണ്ടേ? സൈമൺ തരകനെ വിട്ടേക്ക്. പക്ഷേ നിന്നെ പ്രസവിച്ച അമ്മ. ശൗരിക്കുട്ടിയുടെ മറുപടി എന്തെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കി. അവരെ ആരെയും ഞാൻ ഈ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് കേട്ടതില്ല. അവർക്ക് വേണ്ടിയല്ല ഞാനിത് കൈയടക്കിയത്. ശൗരിക്കുട്ടി യാതൊരുവിധ തിരുത്തലിനും സാധ്യതയില്ലാത്ത വിധം പറഞ്ഞു. പിന്നെ അവർക്ക് താമസിക്കണമെങ്കിൽ കൊള്ളാവുന്നൊരു വീട് നിങ്ങൾ തന്നെ എടുത്തു കൊടുത്തേക്ക്. അതിൻ്റെ വാടക എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. ശൗര്യക്കുട്ടി, അവർക്ക് ചെലവിന് കഴിയാൻ വേറെ മാർഗങ്ങളോ വരുമാനങ്ങളോ ഇല്ല, അഗസ്റ്റിൻ സാർ പറഞ്ഞു. അവർക്ക് 2 തടിയന്മാർ ആൺമക്കളില്ലേ? ഞാൻ 2 മീൻകൊട്ട വാങ്ങിച്ചു കൊടുക്കാം. മീനെടുത്ത് ചുമന്നുകൊണ്ട് നടന്ന് വിക്കട്ട്. ശൗര്യക്കുട്ടി വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞു. ശൗര്യക്കുട്ടി, അവരെ നിന്റെ കൂടപ്പിറപ്പ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ശൗര്യക്കുട്ടി മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. എന്നോടും കൂടുതലൊന്നും പറയണ്ട. അഗസ്റ്റിൻ സാറും ചന്ദ്രഭാനുവും കൂട്ടരും പോകാം എന്ന് പരസ്പരം പറഞ്ഞെഴുന്നേറ്റു. നീയൊന്ന് ആലോചിക്ക് ശൗര്യക്കുട്ടി, ചന്ദ്രഭാനു പറഞ്ഞു. പിരിവൊക്കെ ഞാൻ തന്നോളാം. സൈമൺ തരകൻ തന്നുകൊണ്ടിരുന്നതിലും കൂടുതൽ തന്നോളാം. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താ? ഒന്നുമില്ല. ചന്ദ്രഭാനു ചിരിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അവർ ഗേറ്റ് കടന്ന് കാറിൽ ചെന്ന് കയറി. ഇനി എന്ത് എന്ന ചോദ്യഭാവവുമായി ബേബി കുരുവിള ശൗര്യക്കുട്ടിയെ നോക്കി. ഈ വീട് അടച്ചു പൂട്ടിയേക്ക്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടാത്ത ഈ ബംഗ്ലാവ് എനിക്കും വേണ്ട, ശൗര്യക്കുട്ടി പറഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ നിന്നിറങ്ങി നടന്നു. അഗസ്റ്റിൻ സാറിൻ്റെ പഴയ വീട്ടിൽ സൈമൺ തരകൻ്റെയും എൽസമ്മയുടെയും ബന്ധുജനങ്ങൾ ഒത്തുകൂടി കൂടിയാലോചന നടത്തുകയാണ്. ശൗര്യക്കുട്ടിയാണ് എൽസമ്മയുടെ മകൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എങ്ങനെയും ആ മകനെ വീണ്ടെടുക്കണം. അവനുമായി സമരസപ്പെട്ടു പോകണം. എല്ലാ മുൻവൈരാഗ്യങ്ങളും ഉപേക്ഷിച്ച് അവനെ സ്വീകരിക്കാൻ മനസ്സാ തയ്യാറാകണം. അവൻ്റെ മനസ്സലിഞ്ഞ് പകയും വിദ്വേഷവും പതിയെ പതിയെ മാറ്റിയെടുക്കണം. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഡാൻഡിസിൻ്റെ കാര്യവും പരാമർശ വിഷയമായി. ഇനി എന്തിനാണ് അവനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എൽസീമയുടെ മകനല്ലെന്ന് തെളിഞ്ഞില്ലേ? കടപ്പുറത്ത് തോന്നിയസ്യം ജീവിച്ച വല്ലവളുമാരും പെറ്റിട്ടതിനെ നമ്മൾ എന്തിനാണ് കൂടെ നിർത്തണത്? എൽസമ്മയുടെ അങ്കിളിൻ്റെ അഭിപ്രായ പ്രകടനത്തിന് അനുകൂലമായ തലയാട്ടലുകൾ ഉണ്ടായി. അവനെ ഇത്രകാലം സ്വന്തം മകനെ പോലെ വളർത്തിയത് തന്നെ വലിയ മണ്ടത്തരം. അത് തിരിച്ചറിഞ്ഞപ്പോഴെങ്കിലും നിർത്തണ്ടേ? അവനെ എന്ത് ചെയ്യണമെന്ന് എൽസമ്മ തന്നെ തീരുമാനിക്കട്ടെ. ഇത്രയും കാലം നമ്മൾ വളർത്തിയതല്ലേ. പറഞ്ഞയക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടതാ. പക്ഷേ ഇവരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ കൊടുക്കാൻ. ഭൂസ്വത്തില്ല, പണമില്ല, മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. അതും ശരിയാ. ഡാൻഡസ് തൻ്റെ മുറിക്കുള്ളിലിരുന്ന് വാദപ്രതിവാദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതോടെ തൻ്റെ വിധി നിർണയിക്കപ്പെട്ടുവെന്ന് അവന് മനസ്സിലായി. 25ഓളം വർഷങ്ങളായി താൻ ജീവിച്ചു പോന്ന കുടുംബം തനിക്ക് അന്യമായി കഴിഞ്ഞു. പെറ്റമ്മയെന്ന് കരുതിയ ആൾ തൻ്റെ അമ്മയല്ല. കൂടപ്പിറപ്പുകൾ ഒരർത്ഥത്തിൽ അർദ്ധ സഹോദരങ്ങളാണെങ്കിൽ പോലും അവരുടെ നോട്ടത്തിൽ കൂടപ്പിറപ്പുകളല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ എങ്ങനെ ജീവിക്കുമെന്ന ഭയമൊന്നുമില്ല. വയലിനുണ്ട് തനിക്ക് തുണ. കോടീശ്വരനായി വാണവൻ ഭിക്ഷക്കാരനെ പോലെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ സ്വയം ഒരവജ്ഞ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നെഞ്ചിൽ കിടന്ന് വിങ്ങുന്ന വേദന എന്ന് ഡാൻഡിസ് ഓർത്തു. മമ്മിയെ സ്നേഹിച്ച പോലെ ആരെയും താൻ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന ഓർമ്മ. തനിക്ക് നൽകിയ പോലൊരു വാത്സല്യം മമ്മി മറ്റാർക്കും കൊടുത്തിട്ടില്ലല്ലോ എന്ന സ്മരണ. ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ മമ്മിക്ക് താൻ ആരുമല്ലാതായി തീർന്നല്ലോ എന്ന സങ്കടം. അതൊന്നും അന്ത്യശ്വാസം വരെയും ഉണങ്ങുന്ന മുറിവുകളല്ല എന്ന് ഡാൻഡസ് ഓർത്തു. ബാഗ് അടുക്കി വച്ചിരിക്കുകയാണ്. കടക്ക് പുറത്ത് എന്ന ആജ്ഞ കേൾക്കേണ്ട താമസമേ ഉള്ളൂ. തനിയെ ഇറങ്ങിപ്പോവില്ല എന്ന് തീരുമാനിച്ചുറച്ചു നിൽക്കുകയാണ് ഡാൻഡസ്. തന്നെ പുറത്താക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഡാൻഡസ് അന്ത്യവിധിക്കായി കാത്തു നിന്നു. വാതിലിൽ ആരോ മുട്ടുന്നു. ഡാൻഡസ് ചെന്ന് വാതിൽ തുറന്നു. സ്റ്റീഫൻ അങ്കിൾ, മമ്മിയുടെ മൂത്ത സഹോദരൻ. അങ്കിളിൻ്റെ നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ തന്നെ ഡാൻഡസിന് കാര്യം മനസ്സിലായി. അങ്കിളിനൊരു വൈക്ലഭ്യമുണ്ട്. തൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, നോട്ടം മാറ്റുന്നു. എന്തോ പറയാൻ ഭാവിച്ച് വീണ്ടും നോക്കുന്നു. ധൈര്യം കിട്ടാതെ വീണ്ടും നോട്ടം മാറ്റുന്നു.
അങ്കിൾ പറഞ്ഞു. എന്താണെങ്കിലും പറഞ്ഞു. ഇവിടെ നടക്കുന്ന ചർച്ചയൊക്കെ ഞാനും കേൾക്കുന്നുണ്ടല്ലോ. സത്യം എന്താണെന്ന് നീയും അറിഞ്ഞല്ലോ. എൽസമ്മയുടെ മകനല്ല നീ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ആരുമല്ല നീ. പക്ഷേ നിന്റെ സ്വന്തം മകനായി കരുതി 10-25 കൊല്ലം വളർത്തിയില്ലേ. നിന്നെപ്പറ്റി ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമായിരുന്നു. നിന്നെ കാണുന്നത് തന്നെ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടാ? നീ എൽസമ്മയുടെ മകനാണല്ലോ എന്നോർത്തിട്ടാ. പക്ഷേ നീ ചെല്ലിക്കടപ്പുറത്തെ എമിലി എന്നൊരു തേവിടിശ്ശിയുടെ മോനാണെന്നുള്ളതാണ് സത്യം. അത് നിന്റെ കുറ്റമല്ല, നിന്റെ തന്തയുടെ കുറ്റമാ. അതിൻ്റെ ശിക്ഷ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ഈ കുടുംബത്തിലുള്ളവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിന്നെ എൽസമ്മയുടെ മകനായി വളർത്തി സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും വളർത്തുകയും ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്തില്ലേ. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ ഈ കുടുംബത്തിലുള്ള ആർക്കും പറ്റത്തില്ല. പക്ഷേ നീ ഇവിടെ ഒരധികപ്പറ്റ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ ആലോചിച്ച് ചെയ്യണം. അത് പറയാൻ പെട്ടെന്ന് സ്റ്റീഫൻ്റെ ശ്രദ്ധ വീടിൻ്റെ മുൻവശത്തേക്ക് തിരിഞ്ഞു. ഒരു ജീപ്പിൻ്റെ ഇരമ്പലും ഹോണടിയും ഡാൻഡസും കേട്ടു. അവൻ വാതിലിന് വെളിയിലേക്ക് തല നീട്ടി നോക്കി. സൈമൺ തരകനും എൽസമ്മയും റോബിനും റോയിയും ചില ബന്ധുക്കളും വരാന്തയിലുണ്ടായിരുന്നു. ജീപ്പ് വന്ന് നിന്നത് കണ്ട് അതിലാരാണ് വന്നിരിക്കുന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. ശൗരി ജീപ്പിൽ നിന്നിറങ്ങി. എൽസമ്മ അന്തം വിട്ട് എഴുന്നേറ്റു. തൻ്റെ മകൻ ചേർത്തല KCM ഹോസ്പിറ്റലിൽ വെച്ച് റെജീന എന്ന നേഴ്സ് തന്നിൽ നിന്നും അടർത്തി മാറ്റിയ മകൻ. അതിനുശേഷവും അവനെ അനേകം തവണ എൽസമ്മ നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ അവർക്ക് അവനെ ആദ്യമായി കാണുകയാണെന്ന് തോന്നി. അവനോട് എങ്ങനെ പെരുമാറണമെന്നോ അവൻ തന്നോട് എങ്ങനെ പെരുമാറുമെന്നോ എൽസമ്മയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല. എൽസമ്മ എഴുന്നേറ്റത് കണ്ട് മറ്റുള്ളവരും എഴുന്നേറ്റു. സൈമൺ തരകൻ മാത്രം ഇരുന്ന കസേരയിൽ നിന്ന് അനങ്ങിയില്ല. ഡാൻഡസ് ഇവിടെയുണ്ടോ? ശൗര്യക്കുട്ടി ആരോടെന്നില്ലാതെ ചോദിച്ചു. സഹജവാസന കൊണ്ട് ചിലർ വീട്ടിനുള്ളിലേക്ക് കണ്ണു പായിച്ചു. ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിലും ശൗര്യക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. ഡാൻഡസേ! ശൗര്യക്കുട്ടി മുറ്റത്ത് നിന്ന് ഉറക്കെ വിളിച്ചു. വീട്ടിൽ മുറിക്കുള്ളിലായിരുന്ന ഡാൻഡസ് ആ വിളി കേട്ടെങ്കിലും പ്രതികരിച്ചില്ല. എടാ ഡാൻഡസേ, കഴിവരുടെ മോനെ, നിന്നെയാ ഞാൻ വിളിക്കണത്. ശൗര്യക്കുട്ടിയുടെ സ്വരം കടുത്തു. നോട്ടങ്ങളെല്ലാം വീട്ടിനുള്ളിലേക്കായി. ഡാൻഡസേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഡാൻഡസിനൊരു ചലനമുണ്ടായി. അവൻ മെല്ലെ വരാന്തയിലേക്ക് ഇറങ്ങി ചെന്നു. ശൗരി അവൻ്റെ നേർക്ക് കുതിച്ചു ചെന്നു. നിനക്കെന്താടാ ഞാൻ വിളിച്ച ഇറങ്ങി വരാൻ ഇത്ര മടി? നീ ആരാ? ശൗര്യക്കുട്ടി രോഷാകുലനായി അവൻ്റെ നേർക്ക് ചീറി. നിന്റെ കുരിശ് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ചുമക്കുന്നവനാണ് ഞാൻ. നിനക്കറിയാവോടാ പട്ടിയുടെ മോനെ? ഡാൻഡസ് അന്താളിച്ചു പോയി. ഇടിവെട്ടിൻ്റെ വെളിച്ചം പോലെ ആ സത്യത്തിൻ്റെ നടുക്കം അവനിലേക്ക് തറഞ്ഞു കയറി. നീ കിടക്കേണ്ട പട്ടിണി മുഴുവൻ ഞാൻ കിടന്ന് വലഞ്ഞപ്പോൾ, ഞാൻ തിന്നേണ്ട ചോറ് മുഴുവൻ തിന്ന് നീ സുഖിച്ച്, നീ അനുഭവിക്കേണ്ട വേദന മുഴുവൻ ഞാൻ അനുഭവിച്ചപ്പോൾ നീ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചു. നീ സഹിക്കേണ്ട മാനക്കേട് ഞാൻ സഹിച്ചപ്പോൾ നീ രാജകുമാരനെ പോലെ അഭിമാനത്തോടെ കാരിക്കാട്ട് ബംഗ്ലാവിൽ ജീവിച്ചു. 1-2 25 വർഷം. ശൗര്യക്കുട്ടിയുടെ രോഷപ്രകടനം കാണാൻ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നവർ കൂടി വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. നിന്റെ വിശപ്പ് മുഴുവൻ ഞാനാ സഹിച്ചത്. നിന്റെ കണ്ണുനീര് മുഴുവൻ ഞാനാ കരഞ്ഞു തീർത്തത്. സകലരുടെയും ആട്ടും തുപ്പും സഹിച്ച് നിനക്ക് പകരം ചെല്ലിക്കടപ്പുറത്ത് പട്ടിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞത് ഞാനാ. നീ ചെയ്യേണ്ട കഠിനാധ്വാനം മുഴുവൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാ. നിനക്ക് വേദനയും വിഷമവും അപമാനവും എന്താണെന്നറിയാമോടാ നായിൻ്റെ മോനെ? ശൗര്യക്കുട്ടിയുടെ കവിൾത്തടങ്ങൾ വിറകൊണ്ടു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. അവൻ കഴിഞ്ഞ 25 വർഷമായി അനുഭവിച്ചു പോന്ന സകല യാതനകളും അവൻ്റെ ഓരോ വാക്കിലും വിങ്ങിപ്പിടഞ്ഞു. ഇപ്പം ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ? എനിക്ക് മനസ്സില്ല ഇനി നിന്റെ ജീവിതം ചുമന്നോട്ട് നടക്കാൻ. നിന്റെ കുരിശ് നിന്നെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക ഞാൻ. 25 കൊല്ലം നിന്റെ കുരിശ് ചുമന്ന് ഞാൻ കഷ്ടപ്പെട്ടെങ്കിൽ ഇനി മുതൽ നീ എൻ്റെ അടിമയാ. ഞാൻ പറയണത് അതേപടി നീ അനുസരിക്കണം. അടുത്ത 25 കൊല്ലം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയടാ പട്ടി. ഡാൻഡസിൻ്റെ തല താണു. ഒന്നും പറയാനില്ല. തൻ്റെ ജീവിതം ഏറ്റെടുത്ത് വലിയ ദുരിതക്കടൽ നീന്തി കടന്നവനാണ് കൺമുന്നിൽ നിന്ന് പറയുന്നത്. അവൻ പറയുന്നതെല്ലാം സത്യങ്ങളാണ്. നിനക്ക് വല്ലതും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് എൻ്റെ കൂടെ വാ.
ഇത്തവണ ഡാൻഡസ് മാത്രമല്ല എല്ലാവരും ആശ്ചര്യപ്പെട്ട് ശൗര്യക്കുട്ടിയെ നോക്കി. നിനക്കിനി ഇവിടെ ആരുമില്ലെന്ന് നിനക്കറിയാവല്ലോ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഡാൻഡസ് മറ്റുള്ളവരെ നോക്കി. ആരും മിണ്ടുന്നില്ല. മുറിയിലേക്ക് പോകാനായി അവൻ പിന്തിരിഞ്ഞു. നിൽക്ക്, ശൗര്യ പറഞ്ഞു. അവൻ നിന്നു. നിന്റെ ഉടുതുണിയല്ലാണ്ട് വേറൊരു സാധനവും ഇവിടുന്ന് എടുക്കണ്ട. പിന്നെ നിർബന്ധമാണെങ്കിൽ ആ പാട്ടുപാടുന്ന കണാപ്പും കൂടെ എടുത്തു, ശൗര്യ പറഞ്ഞു. ഡാൻഡസ് മുറിയിലേക്ക് കയറിപ്പോയി. 2 നിമിഷത്തിനകം ഒരു ബാഗും വയലിൻ കിറ്റുമായി അവൻ വരാന്തയിലേക്ക് തിരിച്ചു വന്നു. പോട്ടെ, അവൻ സൈമൺ തരകനോട് യാത്ര ചോദിച്ചു. അയാളുടെ മുഖം താനേ താണു. ഡാൻഡസ് തൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും നോക്കി. ഞാൻ ഇറങ്ങുകയാണ്, അവൻ പറഞ്ഞു. ആരും മിണ്ടിയില്ല. ഡാൻഡസ് എൽസമ്മയുടെ മുന്നിൽ ചെന്നു. മമ്മി, തൊണ്ടയിടറി അവൻ വിളിച്ചു. അവരുടെ നേർക്ക് അവൻ കൈകൂപ്പി. നന്ദി, നന്ദി മാത്രമേ ഉള്ളൂ. പൊയ്ക്കോട്ടെ. എൽസമ്മ തല താഴ്ത്തി തലയ്ക്ക് കൈ കൊടുത്ത് കുനിഞ്ഞിരുന്നു. ഡാൻഡസ് വരാന്തയിൽ നിന്നിറങ്ങി. ശൗര്യക്കുട്ടി അവനെ കൊണ്ടുപോയി ജീപ്പിൽ കയറ്റിയിരുത്തി. എന്നിട്ട് വീണ്ടും തിരികെ വന്നു. ശൗര്യക്കുട്ടി തിരികെ വരാന്തയുടെ നേർക്ക് ചെല്ലുന്നത് കണ്ട് സൈമൺ തരകനും മക്കളും ബന്ധുജനങ്ങളും ആശങ്കയോടെ പരസ്പരം നോക്കി. അമ്മ, ശൗര്യക്കുട്ടി വിളിച്ചു. എൽസമ്മ ഞെട്ടിയിട്ടെന്നവണ്ണം മുഖമുയർത്തി ശൗര്യയെ നോക്കി. എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന വിളിയാ അത്. ഇപ്പം നിങ്ങൾ എൻ്റെ പെറ്റമ്മയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. കഴിഞ്ഞ 25 വർഷം നിങ്ങൾ എന്നെ മകനായിട്ടും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ അമ്മയായിട്ടും കണ്ടിട്ടില്ല. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിച്ചത്. ഒരമ്മ തരേണ്ടതൊക്കെ വേറൊരമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ ജീവിതകാലം മുഴുവനും നോക്കിയാൽ അതിൻ്റെ 100-1 പോലും തരാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും തന്നാലും എനിക്ക് വേണ്ട. അങ്ങോട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. താമസിക്കാൻ വീടോ ചെലവിന് പൈസയോ എന്തും ചോദിക്കാം. കാരക്കാട്ട് ബംഗ്ലാവ് മാത്രം ചോദിക്കല്ലേ, കൊന്നാലും വിട്ടു തരത്തില്ല. എൽസമ്മ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ഇനിയും പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിച്ചു. ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, കേൾക്കാം. അവൻ്റെ ശബ്ദവും ആ നിൽപ്പും ആംഗ്യങ്ങളും സംസാരത്തിൻ്റെ രീതിയും എല്ലാം എൽസമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പറയാൻ അർഹതയുള്ള കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മുലപ്പാല് കൊടുത്ത് വളർത്തിയവനാണല്ലോ ഇപ്പം ആ ജീപ്പിലിരിക്കണത്. അവൻ നിങ്ങളുടെ അടുത്ത് വന്ന് യാത്ര പറയണത് ഞാൻ കണ്ടു. അവനോടൊരു വാക്ക് നിങ്ങൾ മിണ്ടിയില്ലല്ലോ. 25 കൊല്ലം മകനായിട്ട് കരുതിയവനല്ലേ. നിങ്ങളെ അമ്മീന്ന് മമ്മീന്നു വിളിച്ചവനല്ലേ. അവൻ പോകുമ്പോൾ നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞല്ലോ. ശൗര്യയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. 6 മാസം ചോറ് കൊടുത്ത് വളർത്തിയ പട്ടിയെ നിങ്ങളിങ്ങനെ ഇറക്കി വിടുവോ? വീട് വിട്ട് പോകുമ്പോൾ ഒരു വേദന തോന്നത്തില്ലേ? ഇല്ലേ? എൽസമ്മയുടെ മുഖം വീണ്ടും താണുപോയി. ശൗര്യക്കുട്ടി സൈമൺ തരകൻ്റെ നേർക്ക് തിരിഞ്ഞു. അയാളെ ശരിക്കും കാണത്തക്ക വിധം അടുത്തേക്ക് നീങ്ങി. നിങ്ങളോടും എനിക്ക് 2 വർത്തമാനം പറയാനുണ്ട്. സൈമൺ തരകൻ പതറി മറ്റുള്ളവരെ നോക്കി. എല്ലാവരും ആകാംക്ഷാഭരിതരാണ്. ആ ഇരിക്കുന്ന ഡാൻഡസിനെ നിങ്ങൾ മടിയിൽ വെച്ച് ചോറ് കൊടുത്ത് വളർത്തിയതാണല്ലോ. എന്നിട്ട് അവൻ നിങ്ങളുടെ മകനായോ? ഇല്ലല്ലോ. എന്നെ നിങ്ങൾ ചെല്ലിക്കടപ്പുറത്തിട്ട് ചവിട്ടി അരച്ചിട്ടും ഞാൻ നിങ്ങളുടെ മകനല്ലാണ്ടായോ? ഇല്ലല്ലോ. സൈമൺ തരകൻ ഉമ്മിനീരിറക്കി. പണ്ടാണെങ്കിൽ എണീറ്റ് നിന്ന് 2 ചീത്ത പറയാമായിരുന്നു. ഇപ്പോൾ ആളു മാറിയിരിക്കുന്നു. എൽസമ്മ പ്രസവിച്ച തൻ്റെ മകനാണ് കൺമുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്. ഇവനെ കൊല്ലാൻ വേണ്ടിയാണ് താൻ പല പരിശ്രമങ്ങളും നടത്തിയത്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എവിടേക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. ഈ ഞാനുണ്ടല്ലോ ശൗരി, ഞാൻ ആരുടെ വയറ്റിൽ പറഞ്ഞാലും നിങ്ങളുടെ മകൻ തന്നെയാ. ആ ഇരിക്കുന്ന ഡാൻസിനെ ആര് പ്രസവിച്ചാലും അവന് നിങ്ങളുടെ മകൻ തന്നെയാ. അത് തിരിച്ചറിയണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. പട്ടിയായിട്ട് ജനിച്ചാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. ശൗര്യക്കുട്ടി പറഞ്ഞു നിർത്തി. സൈമൺ തരകൻ്റെ തല താനേ കുനിഞ്ഞുപോയി. പോട്ടെ, വേറൊന്നും പറയാനില്ല. ശൗര്യക്കുട്ടി തിരിഞ്ഞ് ജീപ്പിനടുത്തേക്ക് നടന്നു. ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് വളച്ചെടുത്ത് അവൻ ഓടിച്ചുപോയി. റോസ്മേരി ഊണിനുള്ള വിഭവങ്ങൾ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ട് ചാർലിയെയും സോണിയ റോസിനെയും ടെസ റോസിനെയും ഊണ് കഴിക്കാൻ വിളിച്ചു. അവർ ഊണുമുറിയിലേക്ക് വന്ന് കൈ കഴുകി ഊണ് കഴിക്കാനിരുന്നതേയുള്ളൂ. അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ജീപ്പ് ഇരമ്പിപ്പാഞ്ഞെത്തിയത്. ഇരിക്കുകയായിരുന്ന ചാർലി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെന്ന് നോക്കി. ശൗരി ജീപ്പിൽ നിന്നിറങ്ങുന്നത് കണ്ട് അയാൾക്കൊരു ഉൾക്കിടിലമുണ്ടായി. ശൗരി നേരെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു.
നിങ്ങളുടെ മകളില്ലേ ഇവിടെ? ചാർലി സേവ്യറിനോട് ശൗര്യക്കുട്ടി ചോദിച്ചു. ഉണ്ട്. ഇല്ല, പുറത്തുപോയി. സോണിയ, ശൗരി ശബ്ദമുയർത്തി വിളിച്ചു. ഊണുമേശയുടെ മുന്നിലിരിക്കുകയായിരുന്ന സോണിയ റോസ് ആ വിളി വെച്ച് കേട്ട് ഞെട്ടി. ശൗര്യക്കുട്ടിയാണല്ലോ. അവൾ ഭീതിയോടെ റോസ്മേരിയെ നോക്കി. നീ എഴുന്നേറ്റ് മുകളിലോട്ട് പോയിക്കോ, വേഗം പോ, റോസ്മേരി നിർദ്ദേശിച്ചു. സോണിയ എഴുന്നേറ്റ് കോണിപ്പടി ചുവട്ടിലേക്ക് തിടുക്കപ്പെട്ട് നടന്നു. റോസ്മേരി എഴുന്നേറ്റ് ചാർലിയുടെ അടുത്തേക്കും പോയി. സോണിയ കോണിപ്പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ശൗര്യക്കുട്ടിയുടെ അടുത്ത വിളിയും വന്നു. സോണിയ, അത് തൊട്ടടുത്ത് നിന്നാണെന്ന് തോന്നിയിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ശൗര്യക്കുട്ടി അകത്തേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ നോക്കണത്? ഇവിടെ വാ. സോണിയ മുകളിലേക്ക് പോകണോ താഴേക്ക് ഇറങ്ങണോ എന്നറിയാതെ കോണിപ്പടിയിൽ തന്നെ പകച്ചു നിന്നുപോയി. പപ്പയും മമ്മിയും വാതിലിനരികെ അന്തം വിട്ട് നിൽപ്പുണ്ട്. നോക്കി നിൽക്കാതെ താഴോട്ട് ഇറങ്ങി വാടി, ശൗര്യക്കുട്ടി ആജ്ഞാപിച്ചു. അനുസരിക്കുകയല്ലാതെ രക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആശങ്കയോടെ പതിയെ പതിയെ ഓരോ പടിയും ഇറങ്ങി താഴെയെത്തി. ശൗര്യക്കുട്ടി വന്ന് കൈത്തണ്ടയിൽ പിടിച്ചപ്പോൾ അവൾ മുയലിനെ പോലെ പിന്നെയും ഞെട്ടി. ഇങ്ങോട്ട് വാ. ശൗര്യക്കുട്ടി അവളുടെ കയ്യിൽ പിടിച്ച് സിറ്റൗട്ടിന് നേർക്ക് നീങ്ങി. കൈ വിടുവിക്കാനുള്ള അവളുടെ ശ്രമം ദുർബലമായി പോയി. മകളെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിച്ച് ചാർലി പാതി മനസ്സോടെ ശൗര്യയെ തടയാൻ ശ്രമിച്ചു. കാരക്കാട്ട് ബംഗ്ലാവ് സ്വന്തമാക്കിയ ശൗര്യക്കുട്ടി, ഒട്ടേറെ ബോട്ടുകളും വള്ളങ്ങളും സ്വന്തമായുള്ള ശൗര്യക്കുട്ടി, ചെല്ലിക്കടപ്പുറത്തിൻ്റെ അധിപനായി തീർന്ന ശൗര്യക്കുട്ടി, സൈമൺ തരകൻ്റെയും എൽസമ്മയുടെയും യഥാർത്ഥ പുത്രനായി തിരിച്ചറിയപ്പെട്ട ശൗര്യക്കുട്ടി, വേണമെങ്കിൽ സോണിയ റോസിനെ ഭാര്യയായി എടുത്തുകൊള്ളട്ടെ എന്നതായിരുന്നു ചാർലിയുടെ ബാക്കി പാതി മനസ്സ്. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിക്കുന്നു. എൻ്റെ മോളുടെ കയ്യേന്ന് വിട്. ഇങ്ങനെയൊക്കെ ചാർലി ഒച്ച വെച്ചെങ്കിലും അതിൽ വേണ്ടത്ര ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. ശൗര്യക്കുട്ടി അതൊന്നും വകവയ്ക്കാതെ സോണിയയുടെ കൈക്ക് പിടിച്ച് വലിച്ച് സിറ്റൗട്ടിൽ എത്തിച്ചു. എന്നിട്ട് ജീപ്പിലിരിക്കുകയായിരുന്ന ഡാൻഡസിനോട് ഇറങ്ങി വരാൻ ആംഗ്യം കാട്ടി. ജീപ്പിനുള്ളിൽ നിന്ന് ചലനമൊന്നും കാണാഞ്ഞ് ശൗര്യക്കുട്ടി ഒച്ചയെടുത്ത് വിളിച്ചു. ഇങ്ങോട്ടിറങ്ങി വാടാ. ഡാൻഡസ് ജീപ്പിൽ നിന്നിറങ്ങുന്നത് കണ്ട് സോണിയ അത്ഭുത സ്തബ്ധയായി. ചാർലി അന്തം വിട്ടു നിന്നു. വാ. ശൗര്യക്കുട്ടി കൈ കാട്ടിയതനുസരിച്ച് ഡാൻഡസ് സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഇവരുടെ രണ്ടുപേരുടെയും മനസ്സമ്മതം ഞാൻ കാരണം പള്ളി വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ മുടക്കിയതാ, ശൗര്യക്കുട്ടി ചാർലിയോടും റോസ്മേരിയോടുമായി പറഞ്ഞു. ഇപ്പോൾ ഞാനതങ്ങ് നടത്താൻ പോകുക. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനത് നടത്തും. ശൗര്യക്കുട്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഡാൻഡസിനെ കണ്ടതോടെ സോണിയ റോസ് ഉത്സാഹവതിയായി കഴിഞ്ഞിരുന്നു. അവൾക്ക് മറ്റൊന്നും അറിയേണ്ട. ശൗരി ഡാൻഡസിനെയും സോണിയ റോസിനെയും അഭിമുഖമായി നിർത്തി. സോണിയ റോസിൻ്റെ വലതുവശത്ത് റോസ്മേരിയോടും ഡാൻഡസിൻ്റെ ഇടതുവശത്ത് ചാർലിയോടും നിൽക്കാൻ പറഞ്ഞു. സോണിയയുടെ അനുജത്തി വാതിൽക്കൽ വന്ന് ആശ്ചര്യത്തോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുന്നുണ്ടായിരുന്നു. പള്ളിയിലച്ചൻ അന്ന് ചോദിച്ച ചോദ്യമാ നിങ്ങളോട് ചോദിക്കാൻ പോണത്, ശൗര്യക്കുട്ടി പറഞ്ഞു. ഡാൻഡസ്, മിശിഹായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് ഈ നിൽക്കണ സോണിയ റോസിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നോ? സോണിയയെ ഒന്ന് നോക്കിയ ശേഷം ഡാൻഡസ് പറഞ്ഞു. ഉവ്, വാഗ്ദാനം ചെയ്യുന്നു. സോണിയ റോസ്, ശൗര്യക്കുട്ടി വിളിച്ചു. മിശിഹായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് ഈ നിൽക്കണ ഡാൻഡസിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നോ? ഉവ്, വാഗ്ദാനം ചെയ്യുന്നു. സോണിയ പറഞ്ഞു. മോതിരം വല്ലതും മാറാനുണ്ടെങ്കിൽ മാറിക്കോ, ശൗര്യക്കുട്ടി നിർദ്ദേശിച്ചു. ഡാൻഡസിൻ്റെ കയ്യിൽ ഒന്നുമില്ല, വസ്ത്രങ്ങളല്ലാതെ ആ വീട്ടിൽ നിന്നും മറ്റൊന്നും എടുത്തിട്ടില്ല. ശൗര്യ പോക്കറ്റിൽ നിന്ന് ഒരു മോതിരം എടുത്ത് അവന് കൊടുത്തു. അവൻ അത് വാങ്ങി സോണിയ റോസിൻ്റെ വിരലിലിട്ടു. നിനക്ക് മോതിരം വേണമെങ്കിൽ നിന്റെ അപ്പനോട് പറഞ്ഞാൽ മതി, ശൗര്യക്കുട്ടി സോണിയയോട് പറഞ്ഞു. അവൾ തൻ്റെ വിരലിൽ കിടന്ന മോതിരം ഊരിയെടുത്ത് ഡാൻഡസിൻ്റെ വിരലിൽ അണിയിച്ചു. ഇവിടെ നടക്കുന്നതെല്ലാം വെറും നാടകമാണെന്ന് ചാർലിക്കൊരു തോന്നലുണ്ടായി. ഇങ്ങനെയാണോ മനസ്സമ്മതം? ഇനി നിങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തുവോ നടത്താതിരിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്യ്, ശൗര്യക്കുട്ടി പറഞ്ഞു. എൻ്റെ കടം തീർന്നു. ഇപ്പം ഞാനിവനെ എൻ്റെ കൂടെ കൊണ്ടുപോകുക. കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ശൗര്യക്കുട്ടി നടത്തിയ മനസ്സമ്മതം മാറ്റാനൊന്നും നോക്കല്ല്, അതും കൂടെ പറഞ്ഞേക്കാം. ചാർലിയോടായി അത്രയും പറഞ്ഞിട്ട് ശൗര്യക്കുട്ടി ഡാൻഡസിനെയും കൂട്ടി സിറ്റൗട്ടിൽ നിന്നിറങ്ങി. ഡാൻഡസിനോട് ജീപ്പിൽ കയറാൻ പറഞ്ഞിട്ട് ശൗര്യക്കുട്ടി ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഇടത്തെ സീറ്റിൽ ഡാൻഡസും കയറി. ശൗര്യക്കുട്ടി ജീപ്പിലിരുന്നു കൊണ്ട് സോണിയയെ കൈകാട്ടി വിളിച്ചു. അവൾ മടി കൂടാതെ ഇറങ്ങിച്ചെന്നു. നീ ഇപ്പോൾ ഇവൻ്റെ കൂടെ ചാടിപ്പോരുന്നോ അതോ പിന്നെ വേണ്ട പോലെ വരുന്നോ? സോണിയ ഡാൻഡസിനെ നോക്കി.
പിന്നെ മുഖം തിരിച്ച് ചാർലിയെയും റോസ്മേരിയെയും നോക്കി. ഞാൻ പിന്നെ വരാം, അവൾ പറഞ്ഞു. നമ്മൾ തമ്മിൽ പറഞ്ഞതൊക്കെ മറന്നു കളഞ്ഞേക്ക് കേട്ടോ. ശരിയെന്ന് സോണിയ തലകുലുക്കി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശൗര്യക്കുട്ടി പറഞ്ഞു, പോട്ടെ, കാണാം. സോണിയ മെല്ലെ കൈ വീശിക്കാട്ടി. ജീപ്പ് അറയ്ക്കൽ ചാർലി സൈവറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവന് നമ്മുടെ മോളെ വേണമായിരുന്നപ്പോൾ നമുക്കവനെ വേണ്ടായിരുന്നു. ഇപ്പം നമുക്കവനെ വേണമെന്നായപ്പോൾ അവന് നമ്മളെ വേണ്ട. ചാർലി സേവ്യർ ആരോടെന്നില്ലാതെ പിറുപിറുത്തു. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് മുറ്റത്തിനപ്പുറത്തുള്ള തെങ്ങും പറമ്പിൽ വല മാട്ടിക്കൊണ്ടിരിക്കുകയാണ് ആഞ്ചലോസും കുഞ്ഞനെയും. കാരയ്ക്കൽക്കാരുടേതായിരുന്ന തെങ്ങും പറമ്പ് ഇപ്പോൾ കേസിലാണ്. 12.5 ഏക്കർ തെങ്ങും പുരയിടവും കൂടി പണയപ്പെടുത്തിയാണ് സൈമൺ തരകൻ കൊച്ചിൻ ഫിനാൻസിയേഴ്സിൽ നിന്ന് ലോൺ എടുത്തിരുന്നത്. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ വ്യവഹാരമായി. പുരയിടത്തിൻ്റെ പാതി കടലെടുത്ത് പോവുകയും ചെയ്തു. ഒരു ജീപ്പ് കടപ്പുറം റോഡിലൂടെ വരുന്നത് ആഞ്ചലോസും കുഞ്ഞനെയും കണ്ടു. നേരം തെറ്റിയ നേരത്ത് ഇതാരാണപ്പാ കടപ്പുറത്തോട്ട് പോണത്? അവിടെ ആരാ ഇരിക്കണത്? കുഞ്ഞന് ആരോടെന്നില്ലാതെ പറഞ്ഞു. ജീപ്പ് വീടിരിക്കുന്ന ദിക്കിലെ വളവിൽ വെച്ച് തിരിഞ്ഞു. അതിങ്ങോട്ടാണല്ലോ. ശൗര്യക്കുട്ടിയാണോ? ആഞ്ചലോസ് പിറുപിറുത്തു. ജീപ്പ് കടപ്പുറം ഭാഗത്തേക്ക് അതിൻ്റെ ബോണറ്റ് തിരിച്ചിട്ട് പിന്നാക്കം വരികയാണുണ്ടായത്. അതിൻ്റെ പിറകുവശം മുറ്റത്തേക്ക് കയറി വന്നു. ശൗര്യക്കുട്ടി മുൻ സീറ്റിൽ നിന്നിറങ്ങി. അപ്പുറത്തിരുന്ന ഡാൻഡസിനോട് ഇറങ്ങാൻ പറഞ്ഞു. ഡാൻഡസ് മടിച്ച് അവനെ നോക്കി. ഞാൻ ഇതുവരെ ചുമന്ന കുരിശാണ് നീ ഇനി ചുമക്കാൻ പോണേ. ഇപ്പം മുതൽ ഇതാണ് നിന്റെ വീട്. ഇറങ്ങടാ ജീപ്പേന്ന്. ഡാൻഡസ് ആശങ്കയോടെ ഇറങ്ങി. നിന്റെ മാറാപ്പം കൂടെ എടുക്ക്. ഡാൻഡസ് ബാഗ് എടുത്തു. നടക്ക്. ശൗര്യക്കുട്ടി ആംഗ്യം കാട്ടിയ വീടിന് മുന്നിലേക്ക് ഡാൻഡസ് മെല്ലെ നടന്നു. പിറകെ ശൗര്യക്കുട്ടിയും ചെന്നു. വരാന്തയ്ക്ക് മുന്നിൽ ചെന്നിട്ട് ശൗര്യക്കുട്ടി തെല്ലുറക്കെ വിളിച്ചു, അമ്മ. അടുക്കളയിലായിരുന്ന എമിലിയുടെ കാതിൽ ആ വിളി ചെന്നലച്ചു. അവൾ ഞെട്ടിപ്പിടഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെയിട്ട് പാഞ്ഞു. വിളി കേട്ട് വരാന്തയിലേക്ക് വന്നത് എമിലി മാത്രമല്ല, ഷീബയും ഡെനിസനും കൂടിയാണ്. ശൗര്യക്കുട്ടിക്കൊപ്പം സുന്ദരനായ മറ്റൊരു യുവാവിനെ കൂടി കണ്ട് എമിലി ഒരു നിമിഷം അന്ധാളിച്ചു നിന്നു. ഇതാരാണെന്ന് മനസ്സിലായോ? ശൗര്യക്കുട്ടി എമിലിയോട് ചോദിച്ചു. അമ്മയുടെ മകൻ ഡാൻഡസ്. കാരക്കാട്ടുകാർ താമസിക്കണ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവർക്ക് അവനെ വേണ്ട. അമ്മയ്ക്ക് ഇവനെ വേണോ വേണ്ടയോ? കുഞ്ഞനയുടെയും ആഞ്ചലോസിൻ്റെയും ഡെന്നിച്ചൻ്റെയും ഷീബയുടെയും നോട്ടം ഡാൻഡസിന് മേൽ വീണു. 10-25 കൊല്ലം മുമ്പ് അമ്മ പെറ്റ മകനാണിത്. ഈ കാലം അത്രയും ഇവൻ്റെ കുരിശ് ഞാനാണല്ലോ ചുമന്നത്. ഇനിയും ഞാൻ ചുമക്കണാ? എമിലി ഡാൻഡസിനെ തന്നെ അടിമുടി നോക്കി നിന്നു. 25 വർഷം മുമ്പ് താൻ പ്രസവിച്ച മകൻ. റെജീന വർണ്ണിക്കാറുണ്ടായിരുന്ന വല്യപ്പച്ചൻ്റെ രൂപസാദൃശ്യം. ഡാൻഡസേ, നിന്റെ പെറ്റമ്മയാണ് ആ നിൽക്കണത്. സിനിമയിലെ കണക്ക് അമ്മ എൻ്റെ മോനെന്നും മോൻ എൻ്റെ അമ്മയെന്നും വിളിച്ച് കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ലെന്നറിയാം. നീ അങ്ങോട്ട് കയറി ചെല്ല്. വിശക്കനുണ്ട്. തിന്നാൻ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ തരാൻ പറ, തരും. ശൗര്യക്കുട്ടി അവനെ വരാന്തയിലേക്ക് തള്ളിക്കയറ്റി എമിലിയുടെ തൊട്ട് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. എമിലി വലിയ സങ്കടം അടക്കി പിടിച്ച് ഡാൻഡസിനെ നോക്കി. അമ്മ, ഇവനെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ആഹാരം കഴിക്കാതെ വെള്ളം പോലും ഇറക്കാതെ ആ വീടിനകത്ത് ഇരുട്ടത്തിരിക്കുകയായിരുന്നു. ആരുണ്ട് എന്തുണ്ടെന്ന് അറിയാൻ വയ്യല്ലോ, ശൗര്യക്കുട്ടി പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. അവൻ ജീപ്പിൻ്റെ പിന്നാലെ എത്തിയപ്പോഴാണ് എമിലിക്ക് മനസ്സിലായത് അവൻ തിരിച്ചു പോവുകയാണ്. ശൗര്യക്കുട്ടി, മോനെ, അവിടെ നില്ല്, എമിലി വിളിച്ചു പറഞ്ഞു. ശൗര്യക്കുട്ടി തിരിഞ്ഞു നിന്നു. ഞാനല്ല, ദാ അവനാണ് നിങ്ങളുടെ മോൻ. ഞാനാരാ? ആരുമല്ല. ശൗര്യക്കുട്ടി ജീപ്പിൽ ചെന്ന് കയറി. എമിലി അവനെ ഉറക്കെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ശൗര്യക്കുട്ടി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞു. ഇരമ്പിപ്പാച്ചിലിൽ പിന്നോട്ട് ചീറിപ്പോന്ന പുകപടലങ്ങൾ എമിലിയുടെ മുഖത്ത് വന്നലച്ചു. അടുത്ത ഭാഗം നാളെ.